കോഴിയുടെ ആദ്യത്തെ കൂവലിന് കാത്തുനിൽക്കാതെ ശാരദ കണ്ണു തുറന്നു. അതൊരു ശീലമായിട്ട് കാലം കുറയായി. ഉറക്കം ആ പഴയ സ്നേഹിതൻ എപ്പോഴോ അവരെ വിട്ടുപോയിരുന്നു. തണുത്ത സിമന്റ് തറയിൽ നിന്ന് തണുപ്പ് കാലുകളിലൂടെ അരിച്ചു കയറുന്നത് അവരറിഞ്ഞു. ഓർമ്മകൾക്ക് ഭാരം കൂടുമ്പോൾ ഉറക്കത്തിന് കനം കുറയും. മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ ഭിത്തിയിൽ നിറം മങ്ങിയ ഫോട്ടോയിലെ ചിരിക്കുന്ന മുഖത്തേക്ക് അവരുടെ കണ്ണുകൾ പാറി വീണു. ഭർത്താവ് രാഘവൻ. ആ ചിരി ഈ വീട്ടിൽ നിന്നും മാഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവരെഴുന്നേൽക്കുമ്പോൾ മുട്ടുകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം കേട്ടു. അടുക്കളവാതിൽ തുറക്കുമ്പോൾ പാതിയുറക്കത്തിലായിരുന്ന കാവൽ നായ കുട്ടൻ ഒന്ന് മുരണ്ടു. പിന്നെ ആളെ മനസ്സിലാക്കി സ്നേഹത്തോടെ വാലാട്ടി. അവന്റെ ആത്മാർത്ഥത ശാരദയുടെ വരണ്ട ഹൃദയത്തിൽ ഒരു തുള്ളി നനവു പടർത്തി. കിടന്നോ, എണീക്കണ്ട, അവർ പതിയെ പറഞ്ഞു. പുലർക്കാലത്തിന്റെ തണുത്ത നനഞ്ഞ കാറ്റ് അവരുടെ നെഞ്ചിലേക്ക് അരിച്ചിറങ്ങി. മുറ്റത്തെ ചെമ്പകമരത്തിന്റെ നേരിയ ഗന്ധം ആ കാറ്റിൽ കലർന്നിരുന്നു. രാഘവൻ നട്ടതാണ്. ആ മണം എപ്പോഴും ഓർമ്മകളെയാണ് കൂടെ കൊണ്ടുവരുന്നത്. അവർ നേരെ നടന്നത് തൊഴുത്തിനപ്പുറത്തുള്ള ആട്ടിൻകൂടിന്റെ അടുത്തേക്കാണ്. മാ മാ അതൊരു കരച്ചിലായിരുന്നില്ല, മറിച്ച് വിശപ്പുള്ളിൽ കടന്ന് കത്തുന്നതിന്റെ ദീനമായൊരു തേങ്ങലായിരുന്നു. 2 ദിവസമായി വയർ നിറഞ്ഞിട്ടില്ലാത്ത ആടുകളുടെ ശബ്ദം ശാരദയുടെ നെഞ്ചു പിളർത്തി. അവർ കൂടിന്റെ തകരപ്പാളി കൊണ്ടുള്ള വാതിൽ ശബ്ദമുണ്ടാക്കാതെ തുറന്നകത്ത് കയറി. ഇരുട്ടിൽ അവയുടെ കണ്ണുകൾ പച്ച നിറത്തിൽ തിളങ്ങി. അമോണിയയുടെ നേരിയ ഗന്ധത്തിനൊപ്പം ഉണങ്ങിയ കാഷ്ടത്തിന്റെ മണവും ഉയർന്നു. മിഞ്ഞാന്നും അതിന്റെ തലേദിവസവും പറമ്പിൽ നിന്ന് ചീന്തിയെടുത്ത പാഴ്മരത്തിന്റെ ഇലകൾ കൂടിന്റെ ഒരു മൂലയിൽ വാടിക്കരിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് അവറ്റകളുടെ വിശപ്പ് മാറിയിരുന്നില്ല. കറുമ്പിയും ചക്കിയും പിന്നെ മുട്ടനാട് രാജുവും. അവ ശാരദയുടെ സാരിത്തുമ്പിൽ മണത്തും മെലിഞ്ഞ ദേഹം കൊണ്ട് അവരുടെ കാലുകളിൽ ഉരസിയും നിന്നു. ആ സ്പർശനത്തിൽ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. ഒപ്പം ഇന്നും ഒന്നുമില്ലേ എന്ന നിശബ്ദമായൊരു ചോദ്യവും. അവർ കറുമ്പിയുടെ എല്ലൊന്തിയ പുറത്ത് പതുക്കെ തലോടി. അവയുടെ വാരിയെല്ലുകൾ എണ്ണിയെടുക്കാമായിരുന്നു. വിരലുകൾക്കിടയിലൂടെ തടഞ്ഞ എല്ലുകൾ അവരുടെ ഹൃദയത്തിലാണ് കൊളുത്തി വലിച്ചത്. ഭർത്താവ് മരിച്ചപ്പോൾ മകൻ ഉണ്ണിക്ക് 10 വയസ്സായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ഈ ഒറ്റയ്ക്കുള്ള ഓട്ടം. അവനെ വളർത്തി, പഠിപ്പിച്ചു, ഒരു കര പറ്റിച്ചു, കല്യാണം കഴിപ്പിച്ചു. ഉണ്ണിയുടെ കുട്ടിക്കാലത്തെ ഏറ്റവും വലിയ വാശിയായിരുന്നു ഈ ആടുകൾ. അന്നൊരു ഉത്സവപ്പറമ്പിൽ വെച്ച് 10 വയസ്സുകാരൻ ഉണ്ണി വാശി പിടിച്ച് കരഞ്ഞത് ശാരദ ഓർത്തു. അയൽപക്കത്തെ ഗോപാലിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണം കൊണ്ടാണ് അന്ന് ചക്കിയുടെ അമ്മയെ വാങ്ങിയത്. അമ്മേ, ഇത് നമ്മളെ പണക്കാരാക്കും എന്നു പറഞ്ഞ ഉണ്ണി അതിനെ കെട്ടിപ്പിടിച്ച് മുറ്റത്തുകൂടി ഓടിയത് ഇന്നലെ പോലെ ഓർമ്മയുണ്ട്. കാലം പോകെ ഉണ്ണി വളർന്നു. അവന്റെ ലോകം മാറി. അവൻ അവയെ മറന്നു. പക്ഷെ ശാരദയ്ക്കവ മകന്റെ ഓർമ്മകൾ കൂടിയായിരുന്നു. ഭർത്താവ് മരിച്ചപ്പോൾ, ഒറ്റയ്ക്കായപ്പോൾ ഈ മിണ്ടാപ്രാണികളായിരുന്നു കൂട്ട്. തന്റെ സങ്കടങ്ങൾ മുഴുവൻ കേട്ടിരുന്നത് അവരാണ്. മാ മാ കരച്ചിലിന്റെ ശക്തി കൂടി വരുന്നു. വിശപ്പിന്റെ, നിസ്സഹായതയുടെ കരച്ചിൽ. ശാരദയുടെ കണ്ണ് നിറഞ്ഞു. സഹിക്കണ്ടേ മക്കളെ, അമ്മ എന്തെങ്കിലും കൊണ്ടുവരാം, അവരാരോടുന്നില്ലാതെ മൊഴിഞ്ഞു. ആ ഇരുത്തിൽ അവരുടെ കണ്ണുനീർ ആരും കണ്ടില്ല. ശാരദ അടുക്കളയിൽ ചെന്ന് അലൂമിനിയം കലം അടുപ്പത്ത് വെച്ചു. പാത്രത്തിൽ കഷ്ടിച്ച് 2 ഗ്ലാസ് വെള്ളം. ചായയ്ക്ക് വെള്ളം തിളയ്ക്കുന്ന നേരിയ ശബ്ദം മാത്രം. ആ വീടിപ്പോൾ വല്ലാതെ നിശബ്ദമാണ്. പണ്ടൊക്കെ ഉണ്ണിയുടെ ശബ്ദം കൊണ്ട് മുഖരിതമായിരുന്നു. അപ്പോഴേക്കും ഉണ്ണിയും മരുമകൾ സുനിതയും എഴുന്നേറ്റിരുന്നു. ഉമ്മറത്തെ തിണ്ണയിൽ നിറം മങ്ങിയ പ്ലാസ്റ്റിക് കസേരകളിലിരുന്ന് അവർ ചായ കുടിക്കാൻ തുടങ്ങി. സുനിതയുടെ കയ്യിൽ പത്രമുണ്ടെങ്കിലും അവളുടെ ശ്രദ്ധ മുഴുവൻ ചെവിയിൽ തിരുകിയ ഇയർഫോണിലും മൊബൈൽ ഫോണിലുമായിരുന്നു. അവൾ ഈ ലോകത്തെങ്ങുമല്ലെന്ന് തോന്നി. പത്രത്തിന്റെ താളുകൾ മറിയുന്ന ശബ്ദമോ ചായ കുടിക്കുന്ന ശബ്ദമോ അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ശാരദയ്ക്ക് മടിയായിരുന്നു. എത്ര തവണ മനസ്സിൽ പറഞ്ഞു നോക്കിയതാണ്, മോനെ, ഒരു 100 രൂപ. അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും തൊണ്ട വരണ്ടുപോകുന്നു. എന്നാലും ചോദിക്കാതിരിക്കാൻ വയ്യ. ആ മിണ്ടാപ്രാണികൾ, അവറ്റകളുടെ കരച്ചിൽ ചെവിയിൽ മുഴങ്ങുകയാണ്. അവർ പതുങ്ങി പതുങ്ങി സ്വന്തം നിഴലിനെപ്പോലും ഭയന്ന് ഉമ്മരത്തേക്ക് ചെന്നു. ഉണ്ണിയുടെ മുഖത്തു നോക്കാൻ ധൈര്യമില്ലാതെ അവർ തിണ്ണയുടെ തണുത്ത തരയിലേക്ക് നോക്കി. പറഞ്ഞു, ഉണ്ണി, മോനെ, ഒരു 100 രൂപ തരുവോ? ശബ്ദം നേർത്തിരുന്നു. ഒരില വീഴുന്നതിനേക്കാൾ നേർത്ത ശബ്ദം. ഉണ്ണി പത്രത്തിൽ നിന്ന് മുഖമുയർത്തിയില്ല.
സുനിത ഫോണിൽ നിന്ന് തല ഉയർത്തി. അവളുടെ പുരികങ്ങൾ ചുളിഞ്ഞു. ആ നോട്ടമൊരു കത്തിയേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. ആടുകൾക്ക് തീറ്റ വാങ്ങാനായിരുന്നു. ശാരദ വേഗം കൂട്ടിച്ചേർത്തു. ശബ്ദം യാചന പോലെയായി. മഴ പെയ്യാത്തതുകൊണ്ട് പ്ലാവിലെയൊന്നും എങ്ങും കിട്ടാനില്ല. കുറച്ച് പിണ്ണാക്ക് വാങ്ങി വെള്ളത്തിൽ കലക്കി കൊടുക്കാനാ. അവറ്റുകൾ കിടന്ന് കാറുന്നു. സുനിത ഫോൺ താഴെ വെച്ചു. ചെവിയിൽ നിന്ന് ഇയർഫോൺ വലിച്ചൂരി. രാവിലെ തന്നെ തുടങ്ങിയോ തള്ളയുടെ പുരാണം? ആ പരട്ട ആടുകളെ അങ്ങ് വിറ്റുതുലയ്ക്കാൻ പറഞ്ഞിട്ട് എത്ര നാളായി? അതിന് തീറ്റ വാങ്ങാൻ കാശ്. മനുഷ്യന് നേരാൻ വണ്ണം തിന്നാൻ വകയില്ലാതിരിക്കുമ്പോഴാണ് എന്റെ കൂട്ടുകാരൊക്കെ എറണാകുളത്ത് ഫ്ളാറ്റിൽ സൂക്ഷിക്കുന്നത്. ഞാൻ ഈ കുഗ്രാമത്തിൽ ആടിന്റെ കരച്ചിലും കേട്ട് കിടക്കുന്നത്. എനിക്ക് വീട്ടിൽ സ്വസ്ഥത തരാതാക്കുമല്ലോ ഈശ്വരാ. ശബ്ദം ഉച്ചത്തിലായിരുന്നു. അപ്പുറത്തെ വീട്ടിലെ ജാനകി ടീച്ചർ കേൾക്കുമോ എന്ന് ശാരദ ഭയന്നു. അവരുടെ ശരീരം അപമാനം കൊണ്ടൊരു നെല്ലിക്ക പോലെ കുറുകി. അവർ ഉണ്ണിയെ നോക്കി. ഒരു വാക്ക്, ഒരു നോട്ടം, അതായിരുന്നു അവർ യാചിച്ചത്. അവന്റെ മുഖം വിളറിയിരുന്നു. അവൻ വാരിയെ പേടിയോടെ നോക്കി. ആ നോട്ടം ശാരദയുടെ നെഞ്ചിലാണ് തറച്ചത്. തന്റെ മകൻ, താൻ പ്രസവിച്ച മകൻ, ഇപ്പോൾ മറ്റൊരാളെ ഭയന്ന് ജീവിക്കുന്നു. അമ്മേ, ഇപ്പൊ കയ്യിലില്ല, ശമ്പളം കിട്ടട്ടെ, ഞാൻ പിന്നെ തരാം. അവൻ പത്രത്തിന്റെ താളുകളിലേക്ക് മുഖം പൂഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. ആ വാക്കുകൾ പത്രത്താളുകളോടായിരുന്നു, അമ്മയോടല്ല. ആ വാക്കുകൾക്ക് സുനിതയുടെ ശകാരത്തേക്കാൾ മൂർച്ചയുണ്ടായിരുന്നു. അത് ശാരദയുടെ ഹൃദയത്തെ കീറി മുറിച്ചു. കയ്യിലില്ല എന്നതിനേക്കാൾ വേദനിപ്പിച്ചത് ആ പിന്നെ തരാമെന്നതായിരുന്നു. അതൊരിക്കലും വരാത്ത ഒന്നാണെന്ന് അവർക്കറിയാമായിരുന്നു. അതൊരൊഴിഞ്ഞു മാറലായിരുന്നു. ശാരദ ഒന്നും മിണ്ടിയില്ല. തിരിഞ്ഞു നടക്കുമ്പോൾ കാഴ്ച മറച്ചുകൊണ്ട് കണ്ണുനീർ ചാലിട്ടിരുന്നു. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. സ്വന്തം മകന്റെ മുന്നിൽ അപമാനിതയായി യാചകയെപ്പോലെ നിൽക്കേണ്ടി വന്നല്ലോ. മകന്റെ സംരക്ഷണത്തിലല്ല, മരുമകളുടെ ദയയിലാണ് താൻ ജീവിക്കുന്നതെന്ന് ആ നിമിഷം അവർ തിരിച്ചറിഞ്ഞു. അവർ വീണ്ടും ആട്ടിൻകൂട്ടിലെത്തി. അവറ്റകൾ പ്രതീക്ഷയോടെ അവരെ നോക്കി വീണ്ടും കരയാൻ തുടങ്ങി. ഇവൻ എന്റെ മകനല്ല, അവൻ അവളുടെ ഭർത്താവ് മാത്രമാണ് എന്നവർ ആരോടുന്നില്ലാതെ മൊഴിഞ്ഞു. ശാരദ അവയെ കെട്ടിപ്പിടിച്ച് അലമുറിയായിട്ടു. എന്റെ മക്കൾക്ക് തരാൻ ഈ അമ്മയുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ. എന്നോട് ക്ഷമിക്കേണ്ട ദൈവമേ. അവയുടെ വിശന്ന വയറിന്റെ കരച്ചിലും ആ അമ്മയുടെ നഞ്ചുപൊട്ടിയുള്ള തേങ്ങലും ആ പുലർക്കാലത്തിൽ ഒന്നായി. കുറച്ചുനേരം കൂടി അവർ ആ മണ്ണിലിരുന്നു. പിന്നെ എഴുന്നേറ്റു. മനസ്സു മരവിച്ചിരുന്നു. സാരിത്തളപ്പുകൊണ്ട് മുഖം അമർത്തി തുടച്ചു. ഇനി കരഞ്ഞിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അടുക്കളയിൽ കയറി ഭിത്തിയിലെ ആണിയിൽ തൂങ്ങിയിരുന്ന നിറം മങ്ങിത്തുടങ്ങിയ പഴയ ഒരു തുണിസഞ്ചി കയ്യിലെടുത്തു. ഭർത്താവ് മരിച്ചപ്പോൾ അമ്പലത്തിൽ പോക്ക് നിർത്തിയതാണ്. അതിനുശേഷം ആ സഞ്ചി ഇന്നാദ്യമായിട്ടാണ് കയ്യിലെടുക്കുന്നത്. അതിനുള്ളിൽ ഒന്നുമില്ലായിരുന്നു. തന്റെ ജീവിതം പോലെ ശൂന്യമായ ഒരു സഞ്ചി. ഉണ്ണിയുടെ പഴയ റേഷൻ കാർഡും രാഘവന്റെ മരണ സർട്ടിഫിക്കറ്റിന്റെ ഒരു കോപ്പിയും മാത്രം അതിൽ അവശേഷിച്ചിരുന്നു. ഉണ്ണിയോ സുനിതയോ കാണാതെ, ശബ്ദമുണ്ടാക്കാതെ അവർ പടിയിറങ്ങി. കുട്ടൻ പുറകെ വരാൻ നോക്കിയെങ്കിലും അവർ അതിനെ സ്നേഹത്തോടെ തടഞ്ഞു. നീ ഇവിടെ നിൽക്ക്, അമ്മ വരാം. ഗ്രാമത്തിലെ പൊടി നിറഞ്ഞ വിജനമായ വഴിയിലൂടെ അവർ മുന്നോട്ട് നടന്നു. സൂര്യൻ ഉദിച്ചു തുടങ്ങിയിരുന്നു. പക്ഷേ ശാരദയുടെ ലോകം ഇരുട്ടിലായിരുന്നു. എങ്ങോട്ടെന്നില്ലാതെ, കാലുകൾക്ക് ഭാരമില്ലാത്തതുപോലെ മനസ്സ് ശൂന്യമായിരുന്നു. ശാരദ പടിയിറങ്ങിപ്പോയത് സുനിത ഉമ്മറത്തിരുന്ന് കാണുന്നുണ്ടായിരുന്നു. എങ്ങോട്ടെങ്കിലും പോകട്ടെ, ഒരു സമാധാനം കിട്ടും. അവൾ പിറുപിറുത്തു. അവൾ വീണ്ടും ഫോണെടുത്ത് ഇൻസ്റ്റാഗ്രാം തുറന്നു. സ്കൂളിൽ കൂടെ പഠിച്ച രമ്യയുടെ ഊട്ടി ട്രിപ്പിന്റെ ഫോട്ടോകൾ, ചിരിച്ചും മറിഞ്ഞുമുള്ള ചിത്രങ്ങൾ. സുനിതയുടെ നെഞ്ചിൽ ഒരു കനലെരിഞ്ഞു. സുനിത വളർന്നത് വലിയ ദാരിദ്ര്യത്തിലായിരുന്നു. 4 പെൺമക്കളിൽ ഒരാൾ. അപ്പന്റെ കുടിയും ബഹളവും. എന്നും പണത്തിനായിരുന്നു വീട്ടിൽ വില. 1 രൂപയ്ക്കു വേണ്ടി അമ്മ അച്ഛന്റെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങുന്നത് അവൾ കണ്ടിട്ടുണ്ട്. വിശന്നു കരഞ്ഞ അനിയത്തിമാരുടെ മുഖം അവളുടെ ഉറക്കം കെടുത്തിയിട്ടുണ്ട്. പണമില്ലെങ്കിൽ സ്നേഹത്തിനും വിലയില്ലെന്ന് അവൾ വിശ്വസിച്ചു. പണമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി. പണം മാത്രമാണ് സുരക്ഷിതത്വം തരുന്നത്. അവൾ ഒരു രാത്രി ഓർത്തു. അച്ഛൻ അമ്മയെ തല്ലി പാത്രങ്ങൾ വലിച്ചെറിയുന്നു. അവൾ അനിയത്തിയെയും കെട്ടിപ്പിടിച്ച് കട്ടിലിനടിയിൽ ഒളിച്ചിരിക്കുകയാണ്. അന്നവൾ മനസ്സിൽ കുറിച്ചു, ഞാൻ ഒരിക്കലും എന്റെ അമ്മയെപ്പോലെ കരയില്ല. എനിക്ക് പണം വേണം, എന്നെ ആരും ഭരിക്കാൻ പാടില്ല. ഉണ്ണിയെ കല്യാണം കഴിച്ചപ്പോൾ അവൾ ഒരുപാട് സ്വപ്നം കണ്ടു. ഒരു ചെറിയ വീട്, കടമില്ലാത്ത ജീവിതം. പക്ഷെ ഉണ്ണിയുടെ ശമ്പളത്തിന്റെ ഒരു പങ്ക് എപ്പോഴും ഈ അമ്മയ്ക്കും അവരുടെ കാലഹരണപ്പെട്ട ആടുകൾക്കും വേണ്ടി ചിലവാകുന്നത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഓരോ രൂപയും അവൾക്ക് ഭാവിയെക്കുറിച്ചുള്ള ഭയമായിരുന്നു. അമ്മായി അമ്മയോടുള്ള ദേഷ്യം പണത്തോടുള്ള അവരുടെ ആർത്തിയുടെ ഭാഗമായിരുന്നു. ആ ആടുകൾ
അവൾക്ക് അവളുടെ ദാരിദ്ര്യം പിടിച്ച വെറുക്കപ്പെട്ട ഭൂതകാലത്തിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു. അവറ്റകളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ പണ്ട് വിശന്നു കരഞ്ഞ സ്വന്തം അനിയത്തിമാരുടെ മുഖമാണ് അവൾക്ക് ഓർമ്മ വന്നിരുന്നത്. ആ ഓർമ്മയെ അവൾ വെറുത്തു. മാ മാ ആട്ടിൻകൂട്ടിൽ നിന്നും വീണ്ടും ശബ്ദം. ശാരദ ദേഷ്യത്തോടെ എഴുന്നേറ്റു. ഒരു വടിയെടുത്ത് ആട്ടിൻകൂടിന്റെ തകരത്തിൽ ആഞ്ഞടിച്ചു. നിർത്തുന്നുണ്ടോ? ശാരദ നടന്ന് നടന്ന് അങ്ങാടി കഴിഞ്ഞുള്ള വലിയ വീടിന്റെ മുന്നിലെത്തി. ആമീനത്തയുടെ വീട്. പണ്ട് ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ വല്ലപ്പോഴും ഇവിടെ പറമ്പിലെ പണിക്ക് വന്നിട്ടുണ്ട്. അന്ന് ആമീനത്ത ചെറിയ കുട്ടിയാണ്. ഇന്നവൾ പട്ടണത്തിലെ കോളേജിൽ ടീച്ചറാണ്. വലിയ ഗേറ്റിനു മുന്നിൽ അവർ മടിച്ചു നിന്നു. വഴിയരികിൽ ആളുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ? അവർ സാരിത്തലപ്പ് കൊണ്ട മുഖം പാതിമറച്ചു. ഒരു യാചകയെപ്പോലെ. വേണ്ട, തിരിച്ചുപോയാലോ? പക്ഷേ ആട്ടിൻകൂട്ടിലെ കരച്ചിൽ അവരുടെ കാതുകളിൽ മുഴങ്ങി. ഇല്ല, തന്റെ മക്കൾക്ക് വേണ്ടി. അവർ ഗേറ്റ് തള്ളിത്തുറന്ന് അകത്തേക്ക് ചെന്നു. പൂക്കൾ നിറഞ്ഞു നിന്ന മുറ്റം, പച്ച പുൽത്തകിടി. താൻ നിൽക്കുന്ന ആ പൊടിപിടിച്ച ലോകവും ഈ വീടും തമ്മിലുള്ള അന്തരം അവരെ കൂടുതൽ ചെറുതാക്കി. ആമിനത്ത മുറ്റത്ത് ചെടികൾക്ക് വെള്ളം നനയ്ക്കുകയായിരുന്നു. ശാരദയെ കണ്ടതും അവർക്ക് അത്ഭുതമായി. ആരാ ഇത്? ശാരദ എടുത്തി. എന്താ എടുത്തി ഈ വെയിലത്ത്? എത്ര നാളായി കണ്ടിട്ട്? ഉണ്ണിക്ക് സുഖമല്ലേ? ആമിനാത്തയുടെ സ്നേഹത്തോടെയുള്ള ചോദ്യം ശാരദയുടെ നെഞ്ചിൽ തറച്ചു. നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടും അവരുടെ കണ്ണുകൾ നിറഞ്ഞു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. അവർ നടന്ന കാര്യങ്ങൾ പതുക്കെ പറഞ്ഞു. മരുമകളെക്കുറിച്ച് ഒരു വാക്ക് കുറ്റം പറയാതെ, ആടുകൾക്ക് തീറ്റ വാങ്ങാൻ പണമില്ലാത്ത കാര്യം മാത്രം. മോളെ, എനിക്കൊരു 100 രൂപ വേണം. ഞാൻ മുറ്റമടിച്ചു തരാം. അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ. വെറുതെ വേണ്ട മോളെ. അവസാനത്തെ ആ വാക്ക് പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടറിയിരുന്നു. ആമിനാത്തയ്ക്ക് സങ്കടം തോന്നി. അവർ ശാരദയുടെ തോളിൽ കൈവച്ചു. എന്താ ഈ പറയുന്നത്? എടത്തെ അകത്തേക്ക് വാ. പണിയൊന്നും ചെയ്യണ്ട. ഞാൻ പൈസ തരാം. അവർ അകത്തുപോയി ഒരു 100 രൂപ നോട്ടുമായി വന്നു. ശാരദ കൈനീട്ടിയില്ല. അവരുടെ കണ്ണുകളിൽ ഒരുതരം അഭിമാനത്തിന്റെ തീക്ഷ്ണതയുണ്ടായിരുന്നു. വേണ്ട മോളെ, വെറുതെ എനിക്ക് കാശ് വേണ്ട. ഞാൻ പണിയെടുക്കാം. അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പണി ഞാൻ ചെയ്യാം. എനിക്ക് ആരോഗ്യമുണ്ട്. അവരുടെ ആത്മാഭിമാനം ആമിനാത്തയെ അത്ഭുതപ്പെടുത്തി. ഈ കാലത്തും ഇങ്ങനെ ഒരു മനുഷ്യനോ? ശരി, എന്നാൽ ഏടത്തിക്ക് സമാധാനമാകുമെങ്കിൽ ആ മുറ്റമൊന്ന് അടിച്ചുവാരിയിട്ടേക്ക്. ആമിനാത്ത ഒരു ചൂലെടുത്തു കൊടുത്തു. 1 മണിക്കൂറോളം ശാരദ ആ വലിയ മുറ്റം വൃത്തിയായി അടിച്ചുവാരി. വെയിലത്ത് അവരുടെ മുഖം വാടിയിരുന്നു. വിയർപ്പിൽ കുളിച്ചിരുന്നു. പക്ഷെ ഓരോ തവണ ചൂലെടുത്ത് നിലത്തടിക്കുമ്പോഴും അത് സുനിതയുടെ അഹങ്കാരത്തിനു മേലുള്ള അടിയാണെന്ന് അവർക്ക് തോന്നി. പണി കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിന് ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നി. ആമീനത്ത അവർക്ക് ചായയും പലഹാരവും കൊടുത്തു. ശാരദ ചായ മാത്രം കുടിച്ചു. വേണ്ട മോളെ, വിശപ്പില്ല. ആ 100 രൂപയുടെ നോട്ട് വാങ്ങി സാരിത്തുമ്പിൽ തിരുകുമ്പോൾ അവരുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സ്വന്തം വിയർപ്പിന്റെ ഗന്ധമുള്ള നോട്ട്. അതൊരു നിധി പോലെ അവർ മുറുകെ പിടിച്ചു. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്താണ് ഉണ്ണി അമ്മയെക്കുറിച്ച് ഓർത്തത്. അടുക്കളയിൽ പതിവുള്ള പാത്രങ്ങളുടെ ശബ്ദമില്ല. വീട് വല്ലാതെ നിശബ്ദമായിരിക്കുന്നു. സുനിത അവന് നേരെ പാത്രം വെച്ചു. വെള്ളം പോലെ ഇരിക്കുന്ന സാമ്പാറും കല്ലിച്ച ചോറും. അമ്മ എവിടെ സുനിതേ? ആർക്കറിയാം. രാവിലെ ഇറങ്ങിപ്പോയതാ. ആ ആടുകൾ കിടന്ന് കാറുന്നുണ്ട്. വല്ല കിണറ്റിൽ പോയി ചാടിയോ എന്തോ. എനിക്ക് വയ്യ നോക്കാൻ, സുനിത നിസാരമായി പറഞ്ഞു. ഉണ്ണിയുടെ നെഞ്ചിൽ ഒരാന്തലുണ്ടായി. രാവിലെ അമ്മയുടെ കരഞ്ഞ മുഖം, യാചനയോടെയുള്ള ആ നോട്ടം അവന്റെ മനസ്സിലേക്ക് ഒരു കനൽ പോലെ വന്നു വീണു. അവൻ ഊണ് കഴിക്കാനിരുന്നില്ല. അമ്മയുടെ ഒഴിഞ്ഞ കസേര അവനെ തുറിച്ചു നോക്കി. കുട്ടിക്കാലത്ത് ടൈഫോയിഡ് പനി പിടിച്ചു കിടന്ന ഒരു രാത്രി അവൻ ഓർത്തു. പുറത്ത് കനത്ത മഴ പെയ്യുന്നു. അവന് കഞ്ഞി കുടിക്കണം. വീട്ടിൽ 1 മണി അരി പോലുമില്ല. ആ പാതിരാത്രിയിൽ ശാരദ അയലത്തെ ഗോപാലന്റെ വീട്ടിൽ പോയി. ഈ പാതിരാത്രിയിലാണോ അരിച്ചോണ്ടുവരുന്നത് എന്ന് ഗോപാലന്റെ ഭാര്യ ശകാരിച്ചത് ഉണ്ണി കേട്ടിരുന്നു. അമ്മയുടെ കരച്ചിൽ മഴയുടെ ശബ്ദത്തിൽ അലിഞ്ഞുപോയിരുന്നു. കുറച്ചു കഴിഞ്ഞ് അമ്മ വന്നു. സാരിത്തുമ്പ് നനഞ്ഞിരുന്നു. അത് മഴവെള്ളമായിരുന്നില്ല. അമ്മയുടെ കണ്ണുനീരാണെന്ന് മനസ്സിലാക്കാൻ അവന് പിന്നെയും ഒരുപാട് കാലം വേണ്ടി വന്നു. അമ്മയുടെ കൈമുറിഞ്ഞ് രക്തം വരുന്നുണ്ടായിരുന്നു. ഗോപാലന്റെ ഭാര്യ വാതിൽ വലിച്ചടച്ചപ്പോൾ ഇടയിൽപ്പെട്ടതാണ്. അന്നാ കഞ്ഞി കുടിക്കുമ്പോൾ അമ്മയുടെ കണ്ണുനീരിന്റെ ഉപ്പ് അതിലുണ്ടായിരുന്നു. ആ ഓർമ്മ അവന്റെ കണ്ണുകളെ ഈറനണിയിച്ചു. ഞാൻ എന്താണ് ചെയ്തത്? 100 രൂപയ്ക്ക് വേണ്ടി തന്റെ ഭാര്യയ്ക്ക് മുന്നിൽ അമ്മയെ അപമാനിച്ചു. സ്വന്തം അമ്മ, എന്നേക്കാൾ കൂടുതൽ സഹിക്കേണ്ടി വന്നവർ. ഞാനൊരു മകനാകാൻ യോഗ്യതയുള്ളവനല്ലല്ലോ. അവൻ പ്ലേറ്റ് തള്ളിമാറ്റി എഴുന്നേറ്റു. നീ എങ്ങോട്ടാ സുനിതേ? ഉണ്ണി ചോദിച്ചു. അവൻ മറുപടി പറഞ്ഞില്ല. ഉണ്ണി സ്കൂട്ടറെടുത്ത് പുറത്തേക്കിറങ്ങി. അവന്റെ നെഞ്ച് പടപടായി ഇടിക്കുന്നുണ്ടായിരുന്നു.
അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റിയിരിക്കുമോ? അവൻ അമ്മയെ തെരഞ്ഞു. വഴിയരികിലെല്ലാം അവന്റെ കണ്ണുകൾ പരതി. അങ്ങാടിയിലെത്തി നാരായണേട്ടന്റെ പച്ചക്കറി കടയിൽ ചോദിച്ചു, ശാരദേട്ടത്തിയോ? ആ, രാവിലെ ആമിനത്തയുടെ വീടിന്റെ ഭാഗത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു. എന്താ ഉണ്ണി, വല്ല പ്രശ്നമുണ്ടോ? അവരാകെ തളർന്ന പോലെയായിരുന്നല്ലോ. നാരായണേട്ടന്റെ ചോദ്യത്തിൽ സഹതാപമുണ്ടായിരുന്നു. ഒന്നുമില്ല നാരായണേട്ടാ. ഉണ്ണിയുടെ ഭയം കൂടി. അമ്മ എന്തിനാണ് ആമിനത്തയുടെ വീട്ടിൽ പോയത്? പണത്തിനു വേണ്ടിയാണോ? എന്റെ അമ്മ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വന്നല്ലോ. അല്ലെങ്കിൽ വേലയ്ക്ക് പോയതാണോ എന്നോർത്തവൻ സ്വയം ശപിച്ചു. അവൻ സ്കൂട്ടർ അങ്ങോട്ട് തിരിച്ചു. അതേസമയം ശാരദ കയ്യിലുള്ള 100 രൂപയുമായി അങ്ങാടിയിലൂടെ നടക്കുകയായിരുന്നു. ആടുകൾക്കുള്ള പിണ്ണാക്ക് വാങ്ങണം. അവർ തീറ്റക്കടയിൽ ചെന്നു. 80 രൂപയാകും 1 കിലോയ്ക്ക്, കടക്കാരൻ പറഞ്ഞു. അവർ 1 കിലോ വാങ്ങി, ബാക്കി 20 രൂപ. നടന്നതിന്റെ ക്ഷീണവും വിശപ്പും അവരെ തളർത്തിയിരുന്നു. നേരം ഉച്ച കഴിഞ്ഞിരിക്കുന്നു. രാവിലെ കുടിച്ച കാപ്പി മാത്രമാണ് ആകെയുള്ളത്. വയറ് കത്തുന്നു. അവർ പോൾസേട്ടന്റെ ഹോട്ടലിന് മുന്നിലെത്തി. അടുക്കളയിൽ നിന്നും പൊറോട്ടയും ഇറച്ചിക്കറിയും മൂക്കിലേക്ക് തുളച്ചു കയറുന്ന മണം. അവർ ഒരു നിമിഷം നിന്നു. സാരിത്തലപ്പിൽ 20 രൂപയുടെ നോട്ടിൽ അവർ അറിയാതെ മുറുകെ പിടിച്ചു. ഇത് വാങ്ങിയാൽ? ഒരു പൊറോട്ട കഴിച്ചാൽ? വേണ്ട. ഇത് തന്റെ വിയർപ്പാണ്. വർഷങ്ങൾക്ക് ശേഷം താൻ സമ്പാദിച്ച പണം. അത് വെറുതെ കളയാൻ അവർക്ക് തോന്നിയില്ല. അത് കയ്യിലിരിക്കുന്നത് തന്നെ ഒരു ധൈര്യമാണ്. എന്റെ വിശപ്പ്, അത് വെള്ളം കുടിച്ചാൽ മാറും. അവരുടെ വിശപ്പ് അങ്ങനെയല്ലല്ലോ. അവർ ഹോട്ടലിനപ്പുറത്തുള്ള പൊതുപൈപ്പിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളം കോരിക്കുടിച്ച് വിശപ്പടക്കി. ആ വെള്ളത്തിന് കണ്ണുനീരിന്റെ ഉപ്പുരസമുണ്ടായിരുന്നു. അമ്മയെ തിരിഞ്ഞ് ഉണ്ണി ഹോട്ടലിനടുത്ത് സ്കൂട്ടർ നിർത്തി. പോൾസേട്ടനോട് ചോദിക്കാമെന്ന് കരുതി. അപ്പോഴാണ് അവൻ ആ കാഴ്ച കാണുന്നത്. ഹോട്ടലിന് പുറത്ത് ഭിക്ഷയാചിക്കുന്ന ഒരു മനുഷ്യൻ. മുഷിഞ്ഞ വസ്ത്രം, ജടപിടിച്ച താടി. അയാൾ വരുന്നവരോടെല്ലാം കൈനീട്ടി നിൽക്കുന്നു. അമ്മ ശാരദ ആ യാചകന്റെ അരികിൽ നിൽക്കുന്നു. കയ്യിൽ പിണ്ണാക്കിന്റെ ചെറിയ സഞ്ചിയുമുണ്ട്. ഉണ്ണി കണ്ടു തന്റെ അമ്മ സാരിത്തുമ്പിൽ ഭദ്രമായി സൂക്ഷിച്ച ബാക്കി വന്ന 20 രൂപയുടെ നോട്ടെടുക്കുന്നത്. അവർ ഹോട്ടലിന്റെ കൗണ്ടറിൽ ചെന്ന് പോൾസേട്ടനോട് എന്തോ പറയുന്നു. ഒരു പൊറോട്ടയും ഇത്തിരി കറിയും, ശാരദ പറഞ്ഞു. പോൾസേട്ടൻ 15 രൂപ വാങ്ങി ഒരു പൊതി കൊടുത്തു. ബാക്കി 5 രൂപ തൊട്ടും. ആ പൊതിയുമായി വന്ന ശാരദ അത് ആ യാചകന് നൽകി. അയാളുടെ കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അയാൾ ആർത്തിയോടെ അത് വാങ്ങി തുറന്ന് കഴിക്കാൻ തുടങ്ങി. ശാരദ അപ്പോഴും ഒന്നും കഴിച്ചില്ല. അവർ പൈപ്പിന്റെ അടുത്തേക്ക് നടന്ന് വീണ്ടും കൈക്കുമ്പിളിൽ വെള്ളം കോരി കുടിച്ചു. ഉണ്ണി തകർന്നുപോയി. അവന്റെ ലോകം തലകീഴായി മറിഞ്ഞു. ഞാൻ 100 രൂപ നൽകാതെ അപമാനിച്ചു വിട്ട തന്റെ അമ്മ ഈ വെയിലത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയ പണത്തിലെ അവസാനത്തെ തുക കൊണ്ട് സ്വന്തം വിശപ്പ് മാറ്റാതെ മറ്റൊരു വിശക്കുന്നവന് ആഹാരം വാങ്ങി നൽകിയിരിക്കുന്നു. എന്നേക്കാൾ എത്രയോ വലുതാണ് അമ്മയുടെ മനസ്സെന്ന് അവൻ ആ നിമിഷം തിരിച്ചറിഞ്ഞു. ആ അമ്മയുടെ മകനാകാൻ തനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? ഉണ്ണിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൻ സ്കൂട്ടറിൽ നിന്നിറങ്ങി അമ്മയുടെ അടുത്തേക്ക് ഓടി. അമ്മേ! അതൊരു കരച്ചിലായിരുന്നു. അവന്റെ നെഞ്ചിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വന്ന ഒരു നിലവിളി. അവൻ അമ്മയുടെ കാൽക്കൽ വീണ ആ പൊടിമണ്ണിൽ മുഖം ചേർത്തുകൊണ്ട് അലറിക്കറിഞ്ഞു. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ, എന്നോട് ക്ഷമിക്ക്. ഞാനൊരു മകനാകാൻ യോഗ്യതയില്ലാത്തവനാ. ശാരദ ഞെട്ടി. എന്താ ഉണ്ണി ഇത്? എഴുന്നേൽക്ക് മോനെ, ആളുകൾ നോക്കുന്നു. അവർ മകനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവന്റെ കണ്ണുനീർ അവരുടെ പാദങ്ങളെ നനച്ചു. പോൾസേട്ടനും ഹോട്ടലിലുണ്ടായിരുന്നവരും ഈ കാഴ്ച കണ്ടു വാതിൽക്കൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഉണ്ണി അമ്മയുടെ തണുത്ത വിറയാർന്ന കൈകളിൽ മുറുകെ പിടിച്ചു. അവൻ അപ്പോഴും ഒരു കുട്ടിയെപ്പോലെ ഏങ്ങലടിക്കുന്നുണ്ടായിരുന്നു. അമ്മ വാ. അവൻ അമ്മയെ പോൾസേട്ടന്റെ കടയിലെ ഒഴിഞ്ഞ കസേരയിൽ കൊണ്ടിരുത്തി. പോൾസേട്ടാ, അമ്മയ്ക്കൊരു ചായയും 2 വടയും. എനിക്കു വേണ്ട മോനെ. ശാരദയുടെ ശബ്ദം നേർത്തിരുന്നു. ഈ പെട്ടെന്നുള്ള ഭാവമാറ്റം അവരെ ഭയപ്പെടുത്തിയിരുന്നു. അമ്മ കഴിക്കണം, എനിക്കു വേണ്ടി, അവൻ പറഞ്ഞു. അവന്റെ ശബ്ദം ദൃഢമായിരുന്നു. പോൾസേട്ടൻ കൊണ്ടുവന്ന ചൂട് ചായയും വടയും ശാരദയ്ക്ക് മുന്നിൽ വെച്ചു. ഉണ്ണി അരികിൽ നിന്നു. അമ്മ ആവി പറക്കുന്ന ചായ ഗ്ലാസ് കൈകളിലെടുക്കുമ്പോൾ ആ കൈകൾ വിറയ്ക്കുന്നത് അവൻ കണ്ടു. വിശപ്പും ക്ഷീണവും ആ മുഖത്ത് വരച്ചിട്ട പാടുകൾ അവൻ ആദ്യമായി വ്യക്തമായി കണ്ടു. അമ്മ വടയുടെ ഒരു കഷ്ണം മുറിച്ച് വായിൽ വെക്കുന്നത് അവൻ നോക്കി നിന്നു. എത്ര കാലമായി അമ്മ ഇങ്ങനെ ഒന്ന് കഴിച്ചിട്ട്? താനും സുനിതയും ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഫ്രൈഡ് റൈസിന്റെയും ചിക്കൻ ബിരിയാണിയുടെയും മണം അവന്റെ ഓർമ്മയിൽ വന്നു. അപ്പോഴൊന്നും അമ്മയെക്കുറിച്ച് ഓർത്തില്ലല്ലോ എന്ന കുറ്റബോധം അവന്റെ നെഞ്ചു പിളർത്തി. പോൾസേട്ടാ, ഒരു പൊതിച്ചോറ്, അവൻ ഉറക്കെ പറഞ്ഞു. എനിക്കല്ല മോനെ, ശാരദ പറഞ്ഞു. അമ്മയ്ക്കല്ല, എനിക്കാ. വീട്ടിൽ പോയി അമ്മയുടെ കൂടെ ഇരുന്ന് കഴിക്കാൻ. അവൻ അമ്മയുടെ കയ്യിലെ ചെറിയ പിണ്ണാക്ക് പൊതി വാങ്ങി. എന്നിട്ട് തീറ്റക്കടയിലേക്ക് നടന്നു. അവിടെ നിന്ന് 5 കിലോ പിണ്ണാക്കിന്റെ ഒരു ചാക്ക് വാങ്ങി. അമ്മ സ്കൂട്ടറിലിരിക്കെ അവൻ പിണ്ണാക്കിന്റെ വലിയ ചാക്ക് സ്കൂട്ടറിന്റെ മുന്നിൽ വെച്ചു. അവൻ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തില്ല.
വേണ്ട മോനെ, ഭാരമുണ്ട്. സാരമില്ലമ്മേ, ഇതിലും വലിയ ഭാരമാണ് അമ്മ ഇത്രയും കാലം ഒറ്റയ്ക്ക് ചുമന്നത്. ഇനി ഞാൻ ചുമക്കാം. അവൻ സ്കൂട്ടർ ഉന്തി അമ്മയെ പിന്നിലിരുത്തി വീട്ടിലേറ്റു നടന്നു. പൊലിച്ചോറിന്റെ ചൂട് അവന്റെ തുടയിൽ തട്ടുന്നുണ്ടായിരുന്നു. ആ നടത്തത്തിൽ ഉണ്ണി ഒന്നും സംസാരിച്ചില്ല. അവന്റെ മൗനം 1000 ക്ഷമാപണങ്ങൾക്ക് തുല്യമായിരുന്നു. വീട്ടിലേക്കുള്ള വഴിയിലെ ഓരോ കല്ലിനും മരത്തിനും അവന്റെ പശ്ചാത്താപത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിയുമായിരുന്നു. ശാരദ ഒന്നും മിണ്ടിയില്ല. മകന്റെ തോളിൽ കൈവച്ച് അവൾ പിന്നിലിരുന്നു. ആ സ്പർശനത്തിന്റെ അർത്ഥം അവന് മനസ്സിലായി. അത് ക്ഷമയുടേതായിരുന്നു. എങ്കിലും അവന്റെ മനസ്സിൽ സുനിതയെക്കുറിച്ചുള്ള ഭയം ഒരു ചെറിയ കനലായി എരിയുന്നുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ സുനിത ഉമ്മറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഭർത്താവ് സ്കൂട്ടർ ഉന്തി വരുന്നതും അമ്മായിയമ്മ പുറകിലിരിക്കുന്നതും അവന്റെ കൈയിലെ പൊതിച്ചോറും സ്കൂട്ടറിന്റെ മുന്നിലെ വലിയ ചാക്കും കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഓ, എഴുന്നള്ളി, എവിടെയായിരുന്നു തള്ളയും മോനും കൂടി? ഈ ആടുകളുടെ കരച്ചിൽ കേട്ട് എന്റെ ചെവി പോയി. ഇതെന്താ, 5 കിലോയോ? ഇതത്രയും വാങ്ങാൻ കാശെവിടുന്ന്? എന്നോട് ചോദിക്കണ്ടല്ലോ എന്ന് സുനിത തുടങ്ങിവെച്ചു. മതി, നിർത്ത്. ഉണ്ണിയുടെ ശബ്ദം കനത്തിരുന്നു, ഒരു ഇടിമുഴക്കം പോലെ. സുനിത ഞെട്ടി അവനെ നോക്കി. ഇതാദ്യമായാണ് ഉണ്ണി അവളോട് ശബ്ദമുയർത്തുന്നത്. അവളുടെ മുഖത്ത് അത്ഭുതം, ദേഷ്യത്തിന് വഴിമാറുന്നത് ഉണ്ണി കണ്ടു. ഇതെന്റെ അമ്മയാണ്. ഈ വീട്ടിൽ എന്റെ അമ്മയ്ക്കും അവകാശമുണ്ട്. അമ്മയുടെ ഇഷ്ടങ്ങൾക്കും അവകാശമുണ്ട്. അവൻ പിണ്ണാക്ക് ചാക്ക് നിലത്തേക്കിട്ടു. ഇനി ഒരക്ഷരം മിണ്ടിപ്പോകരുത്. അമ്മയുടെ കഷ്ടപ്പാടിന്റെ പങ്കുകൂടി തിന്നിട്ടാണ് നമ്മൾ രണ്ടാളും ജീവിക്കുന്നത്. അത് മറക്കരുത്. നീ നിന്റെ അച്ഛന്റെ വീട്ടിൽ അനുഭവിച്ച വിശപ്പില്ലേ? അതേ വിശപ്പാണ് ഇന്ന് ഈ മിണ്ടാപ്രാണികൾക്കുമുണ്ടായത്. അതേ വിശപ്പാണ് ഇന്നെന്റെ അമ്മയ്ക്കുമുണ്ടായത്. അതിന് കാരണം ഞാനാണ്, ഒരു പക്ഷേ നീയും. സുനിത ഒരു വാക്കുപോലും തിരിച്ചു പറയാനാളാതെ സ്തംഭിച്ചു നിന്നു. വിശപ്പ് എന്ന വാക്ക് അവളുടെ ഹൃദയത്തിലാണ് തറച്ചത്. കട്ടിലിനടിയിൽ അനിയത്തിയെ കെട്ടിപ്പിടിച്ചിരുന്ന ആ പഴയ രാത്രി അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു. ഉണ്ണി ആട്ടിൻകൂട്ടിലേക്ക് പോയി. അവൻ തന്നെ പിണ്ണാക്ക് ചാക്ക് പൊട്ടിച്ച് ഒരു പാത്രത്തിലെടുത്തു. ശാരദ ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് പിണ്ണാക്ക് കലക്കി. ഉണ്ണി അത് വാങ്ങി ആടുകൾക്ക് വെച്ചുകൊടുത്തു. അവ ആർത്തിയോടെ അത് കുടിക്കാൻ തുടങ്ങി. ആ ശബ്ദം ഒരു സംഗീതം പോലെ ശാരദ കേട്ടുനിന്നു. ഉണ്ണി അകത്തേക്ക് പോയി. ഒരു ഗ്ലാസിൽ ചൂടുള്ള ചായയുമായി തിരിച്ചു വന്നു. അമ്മ, ഇത് കുടിക്ക്. ശാരദ വിറയ്ക്കുന്ന കൈകളോടെ ആ ഗ്ലാസ് വാങ്ങി. അവർ മകനെ നോക്കി. കണ്ണുകളിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു. ആ കണ്ണുനീരിനിടയിലും അവർ മകനെ നോക്കി പുഞ്ചിരിച്ചു. അതൊരു പുതിയ തുടക്കത്തിന്റെ പുഞ്ചിരിയായിരുന്നു. അവൻ അടുക്കളയിലേക്ക് തിരിച്ചുപോയി. പൊതിച്ചോറ് തുറന്ന് 2 പ്ലേറ്റുകളിലാക്കി. അമ്മേ, വാ, നമുക്ക് കഴിക്കാം. അവൻ ഒരു പ്ലേറ്റ് അമ്മയ്ക്ക് നീട്ടി. ശാരദ മകന്റെ മുഖത്തേക്ക് നോക്കി. എന്റെ അമ്മ പട്ടിണി കിടന്നപ്പോൾ എനിക്ക് ചോറിറങ്ങില്ലായിരുന്നു. അതുകൊണ്ടാ ഞാൻ നേരത്തെ കഴിക്കാതിരുന്നത്. ഇനി അമ്മയുടെ കൂടെ. അവർ ആട്ടിൻകൂടിനരികിലിരുന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് ആ പൊതിച്ചോറ് കഴിച്ചു. 1 മാസം കഴിഞ്ഞു. വീട്ടിലെ അന്തരീക്ഷം പൂർണ്ണമായും പ്രസന്നമായിരുന്നില്ല. സുനിതയുടെ മൗനത്തിന് കനമുണ്ടായിരുന്നു. അവൾക്ക് സംഭവിച്ച മാറ്റം ഉൾക്കൊള്ളാൻ സമയമെടുക്കുമായിരുന്നു. പക്ഷേ അവൾ അമ്മയോട് തട്ടിക്കയറാറില്ല. ഉണ്ണി എല്ലാ ദിവസവും ആടുകൾക്ക് തീറ്റ വാങ്ങാൻ അമ്മയ്ക്ക് പണം കൊടുക്കുന്നുണ്ട്. ചില ദിവസങ്ങളിൽ അവൻ തന്നെ വാങ്ങിച്ചു കൊണ്ടുവരും. അവൻ പറമ്പിൽ ഒരു ചെറിയ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ തുടങ്ങി. ശാരദ അവനെ സഹായിക്കാൻ കൂടി. വൈകുന്നേരങ്ങളിൽ ഉണ്ണി അമ്മയോടൊപ്പം ഉമ്മറത്തിരുന്ന് സംസാരിക്കാറുണ്ട്. പഴയ കഥകൾ, അവന്റെ കുട്ടിക്കാലത്തെ കുസൃതികൾ. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഉണ്ണിയും ശാരദയും ഉമ്മറത്തിരുന്ന് പച്ചക്കറിത്തോട്ടത്തിലേക്ക് നോക്കി സംസാരിക്കുമ്പോൾ സുനിത ഒരു പ്ലേറ്റിൽ എന്തോ ഒന്നുമായി വന്നു. ഞാൻ കുറച്ച് വടയുണ്ടാക്കി. അവളുടെ ശബ്ദം നേർത്തിരുന്നു. അവൾ പ്ലേറ്റ് അവർക്ക് നേരെ നീട്ടി. ഉണ്ണി ഒന്ന് വാങ്ങി. കൊള്ളാം സുനിതേ. ശാരദ ഒരെണ്ണമെടുത്തു. അവൾ സുനിതയെ നോക്കി. സുനിതയുടെ മുഖം അപ്പോഴും ഗൗരവത്തിലായിരുന്നു. പക്ഷെ ആ കണ്ണുകളിൽ ദേഷ്യമില്ലായിരുന്നു. പകരം ഒരുതരം ജാളിധ്യമായിരുന്നു. നന്നായിട്ടുണ്ട് മാളെ, നല്ല മൊരിഞ്ഞിട്ടുണ്ട്. സുനിത ഒന്നും മിണ്ടിയില്ല. പക്ഷെ അവൾ അകത്തേക്ക് പോയില്ല. അവർക്കരികിൽ മറ്റേ കസേരയിൽ വന്നിരുന്നു. ആരും ഒന്നും സംസാരിച്ചില്ല. ദൂരെ അമ്പലത്തിൽ നിന്ന് സന്ധ്യാനാമം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ നിശബ്ദതയിൽ, ആ എണ്ണമയത്തിൽ ഒരു കുടുംബം വീണ്ടും ഒന്നാവുകയായിരുന്നു. ആട്ടിൻകൂട്ടിൽ വിശപ്പുമാറിയ ആടുകൾ ശാന്തമായി അയവരട്ടി കിടക്കുകയായിരുന്നു. അവയുടെ കരച്ചിൽ നിന്നിരുന്നു. പകരം ഇപ്പോൾ ആ വീട്ടിൽ സംസാരങ്ങൾ തുടങ്ങിയിരുന്നു.